സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റൂമിലെ പനിച്ചു പിടിച്ച് കിടന്നുറങ്ങുവാണ്ടോ വരുൺ. ഈ സമയം രാധിക പമ്മി വരുണിനുള്ള മരുന്നുമായിട്ട് വരുണിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുവാണ്. ആരും പുറത്തൊന്നും ഇല്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷം പതിയെ വാതിൽ തുറന്ന് രാധിക അകത്തേക്ക് കയറിയിട്ട് വരുണിൻ്റെ അരികിൽ ചേർന്ന് വരുണിൻ്റെ നെറ്റിയിൽ രാധിക ഉണ്ടാക്കി കൊണ്ടുവന്ന പച്ചമരുന്നൊക്കെ തേച്ച് പുരട്ടുവാണ്. അങ്ങനെ മരുന്നെല്ലാം തേച്ച് പുരട്ടി രാധിക അവിടെ നിന്ന് പോകാൻ നേരത്ത് വരുൺ രാധികയുടെ കൈ കയറി പിടിക്കുകയാണോ. വരുൺ ആ സമയം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് രാധിക അടുത്തേക്ക് പിടിച്ചിരുത്തുവാണ്. വരുൺ എന്നിട്ട് പറയുവാണ്, എനിക്കുറപ്പായിരുന്നു താൻ എന്നെ കാണാൻ വരുമായിരുന്നു. അത് പിന്നെ ഞാൻ ഈ മരുന്ന് പുരട്ടാൻ എന്ന് രാധിക പറയുക. ആ സമയം വരുൺ പറയണേ, അതുകൊണ്ട് മാത്രമാണോ താൻ എന്നെ കാണാൻ വന്നത്? താൻ എന്നെ കാണുന്നത് തൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമായിട്ടാണോ? അല്ലാന്ന് എനിക്കറിയാം. അങ്ങനെയായിരുന്നെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് താൻ ഇങ്ങനെ ഒരിക്കലും വരില്ലായിരുന്നു ഈ റൂമിലേക്ക്. ഇങ്ങോട്ടൊക്കെ വന്നുവെന്ന് തൻ്റെ മനസ്സ് തോന്നിയത് താൻ എന്നെ ഭർത്താവായിട്ട് മനസ്സിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ്. അത് നിഷേധിക്കാനായിട്ട് തനിക്കാവില്ല. എനിക്ക് എങ്ങനെ ഈ അസുഖം വന്നതെന്നറിയോ? തന്നെക്കുറിച്ച് ഓർത്തുള്ള ചിന്തയിലും വിഷമത്തിലും ഒക്കെയാണ് നമ്മളൊന്നിച്ച് ജീവിക്കേണ്ട ജീവിതമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനും നിരാശയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. താൻ കുറച്ചു നേരം എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക. എന്തിന് വേണ്ടവരും ആരെങ്കിലും കണ്ട പ്രശ്നവും ആരും വരാൻ പോകുന്നില്ല. താൻ കുറച്ചു നേരം എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ പറഞ്ഞ് വരുൺ രാധികയെ തൻ്റെ തൊട്ടരികിൽ തന്നെ പിടിച്ചിരുത്തുവാണ്ടോ. എന്നിട്ട് രാധികയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും പരമേശ്വരൻ വരുണിൻ്റെ റൂമിലേക്ക് വരുന്നത്. അങ്ങനെ ഡോർ തുറക്കാനായിട്ട് ഹാൻഡിൽ വന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഒച്ച കേട്ട് രാധിക വരുണും ഞെട്ടിപ്പോകുവാണ്ടോ. ഈ സമയം രാധിക വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് ഡോറിൻ്റെ പുറകിൽ പോയി നിൽക്കുവാണ്. ഇതേ സമയത്ത് തന്നെ പരമേശ്വരൻ ഡോർ തുറന്ന് അകത്തേക്ക് വന്ന് നിൽക്കുവാണ്ടോ. അങ്ങനെ അച്ഛനെ കാണുന്നതും ടെൻഷനോടുകൂടി വാതിൻ്റെ പിന്നിൽ നിൽക്കുവാണ് രാധിക. ഈ സമയം വരുണാണെങ്കിൽ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം പരമേശ്വരൻ വന്ന് വരുണെ തന്നെ നോക്കുക. അത് ശരി, മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല, പക്ഷെ മുത്തശ്ശി കൊണ്ടുവരുന്ന മരുന്നൊക്കെ പെരട്ടുമല്ലേ? അങ്ങനെ പറഞ്ഞ് വരുൺ ഉറങ്ങുന്നത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് അവിടെ നിന്നും പോകുവാണ്ടോ പരമേശ്വരൻ. ഈ സമയം രാധിക ആശ്വാസത്തോടെ അവിടെ നിൽക്കുമായിരിക്കും. അന്നേരം വരുൺ കട്ടിലിൽ നിന്ന് എണീറ്റ് രാധികയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് പോകാൻ തുടങ്ങിയ രാധികയെ തടഞ്ഞിട്ട് രാധികയുടെ കൈ കയറി പിടിക്കുക. ഇനിയിപ്പോൾ എന്താണെങ്കിലും ആരും ഇങ്ങോട്ടേക്ക് വരില്ല, നമുക്ക് ഇന്ന് രാത്രി മുഴുവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാമെന്നേ. അന്നേരം രാധിക പറഞ്ഞേ, അത് വേണ്ട വരുൺ, ആരെങ്കിലും കണ്ട പ്രശ്നവും ആരും കാണില്ല, ഞാൻ പറഞ്ഞില്ലേ. മാറി വരുൺ, മാറിയില്ലെങ്കിലേ ഞാൻ തള്ളി മാറ്റിയിട്ട് പോകും. എന്നാൽ ശരി, അങ്ങനെ പോക്കോ. ആ സമയം രാധിക പറയണേ, വരുൺ, ഇവിടെയുള്ളവർ എന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കിടയിലേക്ക് നമ്മളായിട്ട് എന്നെ കാരണം ഇട്ട് കൊടുക്കണോ? വരുണിൻ്റെ ആഗ്രഹം ഞാനിവിടെ നിൽക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ വരുൺ എന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കണം. ഈ സമയം വരുൺ പറയണേ, ശരി, താൻ പൊക്കോ. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് രാധികയുടെ കൈയെടുത്ത് വരുണിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയണേ, നീ എന്നെപ്പോഴും എൻ്റെ മാത്രം പെണ്ണായിരിക്കും, എൻ്റെ മാത്രം. അങ്ങനെ പറഞ്ഞിട്ട് രാധിക അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന രാധികനെയാണ്. ഭഗവാനെ, എൻ്റെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. വരുണിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. വരുണിനെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണേ. വരുണിൻ്റെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മായ്ച്ചു കളയണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഫലം വെക്കുവാണ്. ഈ സമയത്തായിരിക്കും അതേ ക്ഷേത്രത്തിൽ ആളുകൾക്ക് അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുവാണ് ഐശ്വര്യയും സോണിയും കൂടി ചേർന്നിട്ട്. ഐശ്വര്യ തന്നെ ആൾക്കാർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ്ടോ. ഈ സമയം അതുവഴി പോകുന്ന രാധിക ഈ ഒരു കാഴ്ച കണ്ട് ഐശ്വര്യയെ കണ്ട് അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്ടോ. ഈ സമയം ഐശ്വര്യയെ മ്യൂസിക് സ്കൂളിൽ വെച്ച് കണ്ട കാര്യവും ഐശ്വര്യയെ കണ്ട് ശ്യാമ ഐശ്വര്യയുടെ മുമ്പിൽ നിന്ന് രാധികയെ മറച്ചുകൊണ്ട് പോയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ഐശ്വര്യ ഫിദാമ്മയെ ദ്രോഹിച്ച കാര്യമൊക്കെ അമൃത പറയുന്നതും ആ കാര്യങ്ങളും എല്ലാം ഓർത്ത് രാധിക അവിടെ നിന്നും പോകുവാണ്ടോ. രാധികയുടെ പിന്നാലെ തന്നെ ഐശ്വര്യം അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന ഐശ്വര്യനെയാണ്. അങ്ങനെ രാധിക തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഐശ്വര്യ സോണിയോട് സംസാരിക്കുവാണ്ടോ. അന്നേരം സോണിയ പറയണേ, എന്തു പറ്റി മാഡം, മാഡം എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല, ഇന്നത്തേതും കൂടി കൂട്ടി 361 അന്നദാനമാണ് ഞാൻ ഈ നടത്തുന്നത്. എല്ലാം എൻ്റെ മോളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ഇന്ന് എൻ്റെ മോള് ജനിച്ച ദിവസമാണ്, അവളുടെ പിറന്നാൾ ദിവസം. എന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയ എൻ്റെ മോളെ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നതും അവൾക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ. എന്തെങ്കിലും എനിക്കെൻ്റെ മോളെ കണ്ടു കിട്ടുമായിരിക്കുമല്ലേ? ഈ സമയം സോണിയ പറയണേ, കിട്ടും മാഡം, മാഡത്തിൻ്റെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ല. അല്ല മാഡം മോളെ കണ്ടെത്തിയാലും എങ്ങനെ തിരിച്ചറിയും അതാണ് മാഡത്തിൻ്റെ കുട്ടിയെന്ന്?
ആ സമയം ഐശ്വര്യ പറയണേ, അവളെ പ്രസവിച്ച ഉടനെ തന്നെ ഞാൻ അവളുടെ കഴുത്തിലൊരു ലോക്കറ്റ് ഇട്ട് കൊടുത്തിരുന്നു, ഒരു കൃഷ്ണഭഗവാന്റെ ലോക്കറ്റ്. ഈ സമയം അത് കേൾക്കുന്നതും രാധിക അങ്ങ് ഞെട്ടിപ്പോകുവാണ്. തൻ്റെ കഴുത്തിലുള്ള ആ കൃഷ്ണഭഗവാന്റെ ലോക്കറ്റ് എടുത്ത് നോക്കുവാണ്ടോ രാധിക. ഐശ്വര്യയാണോ തന്നെ പ്രസവിച്ച അമ്മ എന്നുള്ള സംശയം രാധികയുടെ മനസ്സിൽ കടന്നുകൂടുവാണ്. ഈ സമയം ഐശ്വര്യയാണെങ്കിൽ അവിടെ തകർത്താൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ പറയണേ, ഭഗവാൻ എൻ്റെ മോളെ എൻ്റെ കൺമുമ്പിൽ കൊണ്ട് നിർത്തി തരുമല്ലേ. ഇത്രയും നാളും ഞാൻ അലഞ്ഞതൊക്കെ അവളെ കാണാൻ വേണ്ടിയായിരുന്നു, അവളെ ഒരു നോക്കൊന്ന് കാണാൻ, എൻ്റെ മോളെ ചേർത്ത് പിടിക്കാനും അവളുടെ നെറ്റിയിൽ ഉപ്പുകൾ കൊണ്ട് മൂടാനും ഇതുവരെ അവൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന എല്ലാ സ്നേഹവും അവൾക്ക് കൊടുക്കാനും വേണ്ടിയാണ് ഈ അമ്മ കാത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ് ഐശ്വര്യ. ഈ സമയം അതെല്ലാം കണ്ട് ടെൻഷനോട് കൂടി രാധിക അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ രാധിക പോയിന്ന് മനസ്സിലാക്കി പ്ലാൻ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുവാണ്ടോ ഐശ്വര്യ. ഈ സമയം സോണിയ പറയണേ, മാഡത്തിൻ്റെ അഭിനയം സൂപ്പർ തന്നെ. ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇങ്ങനെ മാഡം അഭിനയിച്ച് തകർക്കുവാണെങ്കിൽ ആ പെണ്ണ് മൂക്കും കുത്തി വീഴും, അതുറപ്പാം. ഈ സമയം ഐശ്വര്യ പറയണേ, ഞാനാണ് അവളെ പ്രസവിച്ച അമ്മ എന്ന് അവളുടെ മുമ്പിൽ പോയി ചുമ്മാ പറഞ്ഞാലേ അവൾ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് അവളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ഡ്രാമ കളിച്ചത്. ഇനി മുതൽ അവളുടെ അമ്മയായിട്ട് അവളുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. എനിക്ക് വേണ്ടത് അവളുടെ കയ്യിൽ നിന്നൊരൊപ്പമാണ്. അവളുടെ അമ്മയായ ആ ശ്യാമയുടെ എല്ലാ സ്വത്തുക്കളും അവളെ എനിക്കിഷ്ടദാനം ചെയ്തുകൊണ്ടുള്ള ആ ഒരൊപ്പ്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യ വിജയിച്ചു. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കും. അവൾ അറിയുന്നില്ലല്ലോ, അവളെ സ്നേഹിക്കാനായിട്ട് കാത്തിരിക്കുന്ന അമ്മയല്ല, കൊല്ലാനായിട്ട് നോമ്പ് നോറ്റിരിക്കുന്ന അമ്മയാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെ ഫോണിൽ വിളിക്കുന്ന മുത്തശ്ശീനെയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, എത്ര നാളായി പ്രിയങ്ക നിന്നോട് സംസാരിച്ചിട്ട്? അല്ല, അവളെന്താ, അവൾ അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസമാക്കാനാണോ പ്ലാൻ? ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, ഓ, ഇവിടെ എല്ലാവരും അവരെ തലയിലെടുത്ത് വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. ഇവിടെ ഏട്ടൻ്റെ ചികിത്സ നടക്കുക, അത് കഴിയുന്നത് വരെ ചേച്ചി ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഇവിടുത്തെ അച്ഛൻ പറയുന്നത്. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, ഓ, അല്ലെങ്കിലും എല്ലാവർക്കും കൂട്ടിരിക്കാൻ അവൾ പണ്ടേ മിടിക്കുകയാണല്ലോ. അവൾ കാരണം നിനക്കവിടെ ബുദ്ധിമുട്ടുകൾ വല്ലതുണ്ടോ? എനിക്കവിടെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും തലയിലെടുത്ത് വെച്ച് നടക്കുമല്ലേ. എല്ലാവർക്കും എന്നെക്കാളും കാര്യം ചേച്ചിയാണ്. അല്ല മോളെ, അതൊക്കെ ഇരിക്കട്ടെ, വരുണിൻ്റെ കാര്യം എങ്ങനെ? വരുണിന് നിന്നോടിപ്പോൾ എങ്ങനെയാണ്? അന്നേരം പ്രിയങ്ക പറയണേ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വരുണിനാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ആലോചിച്ച് നടക്കുവാണ്. സത്യം പറഞ്ഞാൽ മടുത്ത മുത്തശ്ശിയും. ഓരോ ദിവസം നേരം വിളിക്കുമ്പോൾ ഞാൻ കണിമംഗലത്തിന് അകത്താണോ പുറത്താണോ എന്നുള്ള ആശയക്കുഴപ്പത്തോടു കൂടിയാണ് എണീക്കുന്നത് തന്നെ. ഈ സമയം മുത്തശ്ശി പറയണേ, നീ എന്താണെങ്കിൽ വിഷമിക്കാതിരിക്കേ, വരുണിനെ നമുക്ക് വഴിക്ക് കൊണ്ടുവരാം. അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? വരുണിനെ കൊണ്ട് രണ്ടാമത് താലി കെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ വരുൺ മുത്തശ്ശിയോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് ഓർമ്മയുണ്ടല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, എടി, ഞാൻ നാളെ ഒരാളെ കാണാൻ പോകുന്നുണ്ട്. നിന്നെയും വരുണിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ അയാൾ വിചാരിച്ചാൽ നടക്കും. കാണിമംഗലത്തെ മരുമകളായിട്ട് നിന്നെ പറഞ്ഞു വിട്ടത് ഈ മുത്തശ്ശി തന്നെയല്ലേ. അതുകൊണ്ട് നിന്നെ അവിടെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് ഈ മുത്തശ്ശിക്ക് തന്നെ അറിയാം. കാണിമംഗലത്തൊരു മഹാറാണി ഉണ്ടെങ്കിൽ അത് നീ തന്നെയാ. അത് ഞാൻ അന്നേ ഉറപ്പിച്ച കാര്യമാണ്. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് പ്രിയങ്ക. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.